ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ സനാതന ധർമ്മ പരാമർശം ദേശീയ തലത്തിൽ അടക്കം ചർച്ചയാക്കുകയാണ് ബി.ജെ.പി. സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ മതനേതാവാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ തിരിച്ചറിയണം എന്നും സനാതന ധർമ്മത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിൻ്റെ രാജവാഴ്ചയാണ് എന്നുമുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഹിന്ദു വിശ്വാസത്തെയും സനാതനധർമ്മത്തെയും അവഹേളിക്കുന്നതാണ് എന്ന് ബി.ജെ.പി. ദേശീയ വക്താവ് ഷഹസാദ് പൂനെവാല വിമർശിക്കുന്നു. മറ്റേതെങ്കിലും മതത്തെക്കുറിച്ച് ഇത്തരം പരാമർശം നടത്താൻ മുഖ്യമന്ത്രി ധൈര്യപ്പെടുമോ എന്നാണ് ബി.ജെ.പി. നേതാവ് വി മുരളീധരൻ്റെ ചോദ്യം. ഗുരുദേവൻ സനാതനധർമ്മ അല്ല എന്നും കേവലം സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണ് എന്നുമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം ശരിയല്ല എന്നും മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടു. സനാതനധർമ്മത്തിൻ്റെ പേര് പറഞ്ഞ് ശ്രീനാരായണ ഗുരുവിനെ ചാതുർവർണ്ണ്യത്തിൽ തളയ്ക്കാൻ ശ്രമം എന്ന കെ.പി.സി.സി. അധ്യക്ഷൻ്റെ വാക്കുകൾ പിണറായി വിജയന് പിന്തുണയായി മാറുന്നുണ്ട്. നേരത്തെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ ബി.ജെ.പി. ഉത്തരേന്ത്യയിൽ ആയുധമാക്കിയിരുന്നു. അന്ന് ഉദയനിധി പങ്കെടുക്കുന്നുവെന്ന കാരണത്താൽ മധ്യപ്രദേശിൽ നടത്താനിരുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ റാലി കോൺഗ്രസ് നേതാവ് കമൽനാഥിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികൾ ആരും ഉദയനിധിയെ ന്യായീകരിച്ചതുമില്ല. ഉദയനിധിയുടെ പ്രസ്താവനയുടെ തുടർച്ചയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്നുകൂടി ബി.ജെ.പി. നേതാക്കൾ പറയുമ്പോൾ കോൺഗ്രസ് വെട്ടിലാകുന്നുണ്ടോ? സനാതനധർമ്മത്തെ മുഖ്യമന്ത്രി അവഹേളിച്ചോ? ഹൈന്ദവ വോട്ടുകൾ അകലുന്നത് അപകടം എന്ന തിരിച്ചറിവിൽ മുഖ്യമന്ത്രിയുടെ പരാമർശം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടോ?